ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 മലയാള സിനിമയുടെ വസന്തകാലത്തിന്റെ തുടക്കമാണ്. പ്രത്യേകിച്ച് ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ നമുക്കറിയാം. കൊല്ലങ്ങൾ കാത്തിരുന്നിട്ടാണ് നമ്മുടെ ഇൻഡസ്ട്രിക്ക് 100 കോടി കിട്ടിയത്. ആദ്യത്തെ 50 കോടി നമ്മുടെ ലാലേട്ട ദൃശ്യമായിരുന്നു. പിന്നെ അതിനുശേഷം 100 കോടി വന്നവിടെ പുല്ലുവിലായിരുന്നു. പിന്നെ 200 കോടിക്ക് അടുത്ത് വന്നതും നമ്മുടെ ലൂസിഫർ ആയിരുന്നു. അതിനുശേഷം 2018 അങ്ങനെയുള്ള മൂവികളൊക്കെ വരുന്നത്. അപ്പോൾ കൊല്ലങ്ങളായിട്ട് കാത്തിരിക്കുകയാണ്. മലയാള സിനിമയുടെ സാധ്യതകൾ നമുക്ക് ദൃശ്യം എന്നൊരു പടത്തിലൂടെയാണ് ശരിക്കും തെളിഞ്ഞതെന്ന് തന്നെ പറയാം. കാരണം എല്ലാ രാജ്യങ്ങളിലും നവംബർ റിലീസുകൾ ആ പടത്തിന് ശേഷമാണ് വന്നത്. അതിനുശേഷം ബാംഗ്ലൂർ ഡേയ്സ് എന്ന് പറഞ്ഞ പടം വന്നിരുന്നത് ഭയങ്കര തരംഗമായിട്ട് കളിച്ചതാണ്. പ്രേമ പോലത്തെ പടങ്ങൾ, ഒരുപാട് പടങ്ങൾ വന്നിട്ട് കളക്ട് ചെയ്തിട്ടുണ്ട് ആ സമയത്തിൽ, ഈ ദൃശ്യം കഴിഞ്ഞതിന് ശേഷം. അതിനുശേഷം ബിഗ് ബഡ്ജറ്റ് ഫിലിം എന്നത് കളക്ട് ചെയ്ത് പോയത് നമ്മുടെ പുലിമുരുകനായിരുന്നു. ഫാസ്റ്റസ്റ്റ് മുരുകൻ, അതുപോലെ തന്നെ ലൂസിഫർ. അതിനുശേഷം ഒരുപാട് പടങ്ങൾ 90 കോടി അതുപോലെ തന്നെ അതിനൊക്കെ അടുത്തെത്തി. പിന്നെ 100 കോടി ക്ലബിലേക്ക് കയറുന്ന ഒരു പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2018 മൂവിയായിരുന്നു. നമുക്കറിയാം, മൾട്ടിസ്റ്റേഴ്സ് മൂവിയാണ്. നമ്മുടെ 2015 നമ്മുടെ നാട്ടിൽ നടന്ന, നമ്മുടെ കേരളത്തിൽ നടന്ന പ്രളയത്തിന് ആസ്പദമായിട്ടുള്ള സിനിമയായിരുന്നു. എല്ലാ മലയാളി കണ്ടിരുന്നൊരു പടം തന്നെ എന്ന് പറയാം. കാരണം നമ്മളൊക്കെ അനുഭവിച്ച കാര്യങ്ങൾ സ്ക്രീൻ വന്നപ്പോൾ അത് അങ്ങനെ രീതിയിൽ കണ്ടു. അതൊരു മൾട്ടിസ്റ്റർ മൂവിയായിരുന്നു. അപ്പോൾ അതിന് ശേഷം മുരുകനും വീണിരുന്നു, സ്റ്റീഫനും വീണിരുന്നു. ഫാസ്റ്റസ്റ്റ് ആയിട്ട് വീണിരുന്നില്ല, പക്ഷെ വീണിരുന്നു. 200 കോടി ക്ലബ് അടിച്ച് 2018. അതിനുശേഷം ഈ വർഷം വന്ന മൂവീസ് നമ്മുടെ ആദ്യം തന്നെ പ്രേമലു വന്നു. അത് ഏകദേശം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. 150 കോടി അടുത്ത് ചെയ്യുന്ന കളക്ഷൻ. തെലുങ്കിലും കന്നഡയിലൊക്കെ ഇപ്പോഴും തരംഗം സൃഷ്ടിക്കൊണ്ടിരിക്കേണ്ട പടം. ഒന്നും പറയാറായിട്ടില്ല, ഫൈനൽ കളക്ഷൻ വന്നിട്ടില്ല. എന്തായാലും നാളേക്കായിട്ട് തിയേറ്ററിൽ മാറും. അപ്പോൾ എന്തായാലും കളക്ഷൻ അവിടെ ഏകദേശം 150 ക്രോഡ്സിൻ്റെ അടുത്ത് നമുക്ക് പറയാൻ പറ്റും. അതിന് മുകളിലോ അടുത്ത് വന്ന നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് 200 ക്രോഡ്സ് ഇൻ റെക്കോർഡ്, 60 ക്രോഡ്സ് ഇൻ തമിഴ്നാട്. അത് എടുത്ത് പറഞ്ഞൊരു സംഭവമാണ്. തെലുങ്കിലും ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. തെലുങ്കിലെ ഏറ്റവും കൂടി കളക്ട് ചെയ്തൊരു മൂവി എനിക്ക് തോന്നുന്നു പുലിമുരുകനായിരുന്നു എന്ന് തോന്നുന്നു. അതിനുശേഷം അടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം തേർഡ് മൂവി വന്നത് ഫാസ്റ്റസ്റ്റ് ആയിട്ട് 100 കോടി അടിച്ചിരിക്കുകയാണ്. മുരുകനും സ്റ്റീഫനും പ്രളയവും മഞ്ഞുമല പിള്ളേരൊക്കെ വീണിരിക്കുകയാണ്. ആടുജീവിതം, ബ്ലസ്സിയുടെ ആടുജീവിതം. ബ്ലസ്സി തന്നെയാണ് മലയാള ഇൻഡസ്ട്രിയിൽ ഫാസ്റ്റസ്റ്റ് 100 ക്രോഡ്. ബ്ലസ്സിയുടെ ആടുജീവിതം. പൃഥ്വിരാജ് തന്നെയാണ് അഭിനയിച്ചത്. പൃഥ്വിരാജ് തന്നെയാണ് മലയാളത്തിൽ ഫാസ്റ്റസ്റ്റ് 100 ക്രോഡ്സ് കൊണ്ടുവരുന്നത് ലാലേട്ടനെ വെച്ചിട്ട്. അത് ആൾ സംവിധാനം ചെയ്യൂടെ അഭിനയിച്ചിട്ട് ഫാസ്റ്റസ്റ്റ് 100 ക്രോഡ്സ് ക്ലബിൽ കയറിയിരിക്കുകയാണ് ബ്ലസ്സിയുടെ സംവിധാനത്തിൽ. ഇത് പടത്തിനെ കുറിച്ച് ഒന്നും പറയാനുള്ള ഒരുപാട് വീഡിയോയിൽ സംസാരിച്ചാണ്. വേറെ എക്സ്പീരിയൻസ്, ഓസം എക്സ്പീരിയൻസ് എല്ലാം A to Z മേഖലകളിൽ 100% നീതി പുലർത്തിയ ഒരു പടം തന്നെയാണ്. അപ്പോൾ യാതൊരു സംശയമില്ല. അപ്പോൾ നമ്മുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2024 ഇപ്പോൾ 3 മാസം, 4ാമത്തെ മാസമായിരിക്കും. ജനുവരി, ഫെബ്രുവരി, മാർച്ച് 4ാമത്തെ മാസമായിരിക്കും. ഈ 3 മാസം പിന്നിടുന്ന സമയത്ത് 100 ക്രോഡ്സ് ഇൻ മോളിവുഡ് ഇൻഡസ്ട്രി. അപ്പോൾ 4ാമത്തെ മാസമാണ് സമയത്ത് ഞാൻ പറയുന്നത്, നമ്മൾ എഴുതി വെച്ചോളൂ, 4ാമത്തെ മാസം 100 കോടി പിറന്നിരിക്കും. കാരണം നാളെ മലയാള സിനിമയുടെ ഒരു ബിഗ് ഡേ തന്നെയാണ്. വർഷങ്ങൾക്ക് ശേഷം ഒരു പടം റിലീസാവുന്നു. ജയ് ഗണേഷ് എന്നൊരു പടം റിലീസാവുന്നു. ആവേശം ഒരു പടം റിലീസാവുന്നു. അതുപോലെ തന്നെ പൃഥ്വിരാജ് നമ്മുടെ സ്വകാര്യ അഹങ്കാരമായ പൃഥ്വിരാജ് നെഗറ്റീവ് റോളിലാണ്, വില്ലൻ റോളിൽ വരുന്ന ബെഡാമിയൻ ചോട്ടാമിയൻ റിലീസാവുന്നു. അപ്പോൾ നാളെ 4 പടങ്ങളാണ് നമ്മൾ കാത്തിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി വർഷങ്ങൾക്ക് മുമ്പ് പടം 8:30 ഷോ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് രാഗത്തിലാണ് നമ്മൾ കാണുന്നത്. അതിന് ശേഷം ബാക്കിയുള്ള ഷോസ് നമ്മൾ പ്ലാൻ ചെയ്യും. ഫസ്റ്റ് പ്രിഫറൻസ് വർഷങ്ങൾക്ക് മുമ്പാണ്. സെക്കൻഡ് പ്രിഫറൻസ് ആവേശാണ്. തേർഡ് ജയ് ഗണേഷാണ്. പറ്റി നാളെ 3 പടം കാണും. അപ്പോൾ ഈ ഏപ്രിൽ മാസത്തിൽ 100 കോടി ക്ലബിൽ നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ നിന്നൊരു പടം കയറിയിരിക്കും. എല്ലാ പടത്തിനും അതിൻ്റെതായ സാധ്യതയുണ്ട്. 3 ഡയറക്ടേഴ്സ് ചെയ്യുന്ന ആൾക്കാർ ഹൈ ക്വാളിറ്റി, ഹൈ കഴിവുള്ള ആളുകളാണ്. ഒരുപാട് പടങ്ങൾ ചെയ്ത് വിജയിപ്പിച്ച ആളുകളാണ്. ഇപ്പോൾ ജിത്തു മാധവ് ആയാലും, അതുപോലെ തന്നെ വിനീത് ശ്രീനിവാസനായാലും, മറ്റേ ജയഗണേഷ് സംവിധായകൻ രഞ്ജിത്ത് ആയാലും, എല്ലാവരുടെ പടങ്ങളൊക്കെ നമ്മൾ കണ്ട് ആസ്വദിച്ച് കൈയടിച്ചുള്ളതാണ്. പ്രത്യേകിച്ച് പോസിറ്റീവ് തീം ചെയ്യുന്നൊരു ഡയറക്ടറാണ് കേട്ടോ ജയഗണേഷിൻ്റെ രഞ്ജിത്തിന്റെ പടങ്ങളൊക്കെ നമുക്കറിയാം. ജയസൂര്യ വെച്ച് ഒരുപാട് പടങ്ങൾ ഭയങ്കരമായിട്ട് കണക്ട് ആയിട്ടുള്ള പടങ്ങളാണ്. അപ്പോൾ എപ്പോഴും ഹാപ്പി എൻഡിങ് ആണ് ഉള്ള പടത്തിന് പ്രത്യേകത. അപ്പോൾ ഈ പടം കുറച്ച് ഒരു മിന്നൽ മുരളിയൊക്കെ പോലെ ഒരു സംഭവം എനിക്ക് തോന്നുന്നു. ഒരു പവർ കിട്ടുന്നു, അതായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള കഥയൊക്കെ എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത്. അതിന് നമുക്ക് കാത്തിരിക്കാം. നമ്മൾ വർഷങ്ങൾക്ക് മുമ്പാണ് ആദ്യം കാണുന്നത്. അത് നമ്മുടെ പ്രണവ് മോഹൻലാൽ, ധ്യാന ടീം, വിനീത് ശ്രീനിവാസൻ നിൽക്കുമ്പോൾ ഹൃദയത്തിന് ശേഷം ഭയങ്കര പ്രതീക്ഷ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിലെ 100 കോടി എനിക്ക് തോന്നുന്നത് വർഷങ്ങൾക്ക് മുമ്പായിരിക്കും എന്നാണ്. ബാക്കി നമുക്ക് നോക്കിയിരുന്ന് കാണാൻ ഒന്നും പറയാൻ പറ്റില്ല. ആവേശന്റെ അപ്പുറത്ത് ജിത്തു മാധവാണ്. രോമാഞ്ചത്തിന്റെ ഫീൽ ഇതുവരെ വിട്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ബിഗ് ഡേ നമ്മൾ ആഘോഷിക്കുകയാണ് നാളെ. നമ്മൾ ഓൾറെഡി അതിന് തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ വെയിറ്റ് ചെയ്യാം. പിന്നെ എല്ലാവർക്കും അഡ്വാൻസ് ഇൻ വിഷു പെരുന്നാൾ ആശംസകൾ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയുന്നതിന് എല്ലാവരും ഒന്നും കൂടി മാക്സിമം സപ്പോർട്ട് ചെയ്യുക.
നിങ്ങളുടെ എനർജിയാണ്, സപ്പോർട്ടിംഗ് ആണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്ര. ഓക്കെ, ബൈ മുകേഷ്.